അസ്സലാമലൈക്കും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഇറച്ചി അടയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾക്ക് അടയ്ക്ക് വേണ്ടിയിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വെന്തുടയരുത്, കുറച്ച് ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാല ആട്ടോ വേണ്ടത്. അതുകൊണ്ടാണ് ബീഫ് ഒരുപാട് വെന്തുടയരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇറച്ചിയുടയിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, പക്ഷെ നല്ല ഫ്ലേവറാണ് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുമ്പം. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ എനിക്കിപ്പോൾ അതൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ റെഡിയാക്കിയ മസാലയിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ബീഫ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പതുക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. അടയിലേക്കുള്ള ഷീറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പും ഇളം ചൂടുവെള്ളം 1/2 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മാവ് ഒന്ന് പരത്തിയെടുക്കാം. പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 സൈഡിലായിട്ട് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ ഷീറ്റ് പരത്തിയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരുപാട് മസാല ഇട്ട് കൊടുത്തത്. കുറച്ച് വലിയ അടയായിട്ട് കിട്ടും. നിങ്ങൾ ഒരു മീഡിയം സൈസിലുള്ളതായിട്ട് പരത്തിയാൽ മതി. ഇനി ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അറ്റത്തൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ നടുഭാഗത്തും ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ നടുവേ കീറി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ അറ്റമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് അതിലേക്ക് കൂടി ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ പരത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇറച്ചിയട ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇൻഷാ അല്ലാ ഇനി നമ്മൾക്ക് പുതിയ വീഡിയോസായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവരും സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.